എന്നിട്ട് അച്ഛമ്മ എങ്ങനാ മരിച്ചേ? അങ്ങ് മരിച്ചു. പാവം, അച്ഛമ്മ ഉള്ളപ്പോ നല്ല രസമായിരുന്നു. ഇതോടെ കഴിച്ചു. ആ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാമിയുടെ കാര്യം. ആ സ്വാമി അപ്പൂപ്പനടുത്ത് പറയുവാ എന്നെ മല ഇടിച്ചിട്ട് മലയ്ക്ക് കൊണ്ടുപോണെന്ന്. അപ്പ സമിച്ചിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറയുവാ കാലുവേദനയെന്ന്. അമ്മ എന്നെ കൊണ്ടുപോവാ അമ്മേ അയ്യപ്പ സ്വാമിയടുത്ത്. അമ്മയ്ക്ക് എങ്ങനെ മക്കളെ വരാൻ പറ്റുന്നേ? അമ്മയ്ക്ക് വരണമെങ്കിലേ ആ ചുമ്മമ്മ പോലെ അമ്മയുടെ മുടിയൊക്കെ നരച്ച് കുരച്ച് അമ്മ ഒരു അമ്മൂമ്മയാവണം. അല്ലെങ്കിൽ അയ്യപ്പസ്വാമി കോപിക്കും. എന്റെ മക്കൾ നന്നായി പഠിക്കണം. അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് വെച്ച് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വേറെ ദൈവം. അപ്പൂപ്പൻ പറഞ്ഞു മുന്നോട്ട് എന്ത് പറഞ്ഞാലും അയ്യപ്പസ്വാമി കേൾക്കും. ആനയെ തല്ലി കുടിയമ്പാപ്പാനെ തൊഴി കൊടുക്കും. അപ്പൂപ്പനോട് ചോദിച്ചു നോക്ക്. പക്ഷെ ഒരു കാര്യം മാത്രം, എത്ര പറഞ്ഞിട്ട് അയ്യപ്പസ്വാമി കേട്ടില്ല. എന്റെ അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോലെന്ന് പറഞ്ഞിട്ട്. എന്റെ മക്കളെ, ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഇവളെവിടെ പോകുന്നില്ല. ഇവളിവിടെ വളരും എന്റെ കുഞ്ഞായിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയി എനിക്ക്. ഈശ്വരൻ തന്ന നീതി അവള്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെങ്ങനെയാ ചാനാറിയാവുന്നേ? ഇവളെ ഞാൻ വിട്ടുതരില്ല, എവിടേക്കും വിട്ടുതരില്ല. ഇവളെ ഞാൻ വളർത്തും എന്റെ കുഞ്ഞിനെ. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. അയ്യോ മതിയായച്ചാ, ഇവളെ അനാഥയാക്കിയിട്ട് എനിക്ക് എന്തിനച്ഛ ഒരു ജീവിതം? പൂരപ്പറമ്പിലോ കടത്തിനയിലോ എവിടെയായാലും എനിക്ക് എന്റെ അച്ഛന്റെ സ്നേഹം ഉണ്ടല്ലോ. എനിക്കത് മതി. എനിക്ക് എന്റെ പൊന്നു മക്കളുണ്ടല്ലോ. നമുക്കത് മതി അച്ഛാ.